Hello everyone, welcome to Computer Science. Our subject is Android programming. Our topic intent filter and rules for resolving intents. This is a part 2 video of our intent push topic. In the previous video, we have discussed what is intent, the structure of intent, types of intent, etc. Okay, so let's start with intent filter and rules for resolving intents to their components. Android uses multiple strategies to match intents to their target activities based on intent filters. At the top of the hierarchy is the component name attached to an intent. If this is set, the intent is known as explicit intent. അപ്പോൾ ഇൻറ്റൻസ് നോർമലി നമുക്കറിയാം ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റും ഉണ്ട് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ഉണ്ടെന്ന്. എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് വിച്ച് കമ്പോണൻറ്റ് ഷുഡ് ഹാൻഡിൽ ദാറ്റ് ഇൻറ്റൻറ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആകുമ്പോൾ. ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയില്ല, ഏത് കമ്പോണൻറ്റിന് വേണമെങ്കിലും അത് സ്പെസിഫൈ ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പെസിഫൈ ചെയ്യും വിച്ച് കമ്പോണൻറ്റ് ഷുഡ് ഹാൻഡിൽ ദാറ്റ് ഇൻറ്റൻറ്റ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളപ്പോൾ ഇത് ഇനി റൂൾസ് ഫോർ റിസോൾവിങ് ഇൻറ്റൻസ് എന്ന് പറയുമ്പോൾ ടു ദെയർ കമ്പോണൻസ് എന്ന് പറയുന്നത്, നമുക്കൊരു പെർട്ടിക്കുലർ ഇൻറ്റൻറ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏത് കമ്പോണൻ്റ് ആണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് റിസോൾവ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അത് എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും ഇല്ല, കാരണം ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും വിച്ച് കമ്പോണൻറ്റ് ഷുഡ് ഹാൻഡിൽ എന്ന്. അപ്പോൾ ദ ടോപ്പ് ഓഫ് ദ ഹൈറാർക്കി ഈസ് ദ കമ്പോണൻറ്റ് നെയിം അറ്റാച്ച്ഡ് ടു ആൻ ഇൻറ്റൻറ്റ്. If this is set, the intent is known as explicit intent. In explicit intent, which component should handle that intent എന്നുള്ള നെയിം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. For an explicit intent, only the component name matters. Every other aspects or attributes of the intent is ignored. ഓക്കെ, ഫോർ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നൊരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായി, ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് സെക്കൻഡ് ആക്ടിവിറ്റി കോൾ ചെയ്യാണ്. അപ്പോൾ ഏത് ഇൻറ്റൻറ്റ് ആണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് സെക്കൻഡ് ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ് എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് നെയിം കൊടുത്തിട്ടുണ്ടായി. ഏത് കമ്പോണൻ്റ് ആണ് ഈ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലിസിറ്റ്ലി അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കമ്പോണൻറ്റ് നെയിം മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ആട്രിബ്യൂട്ട്സ് ഒന്നും നോക്കുന്നില്ല, എല്ലാം ഇഗ്നോർ ചെയ്യും. When a component name is not present on an intent, the intent is said to be an implicit intent. Okay. For intent component name illa, which component should handle and specify ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ such types of intents are known as implicit intent. When the system receives an implicit intent to start an activity, it searches for the best activity for the intent by comparing it to intent filters based on 3 aspects. Okay. അപ്പോൾ നമുക്ക് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻറ്റൻറ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ബെസ്റ്റ് ആക്ടിവിറ്റി ഏതാണ് സെർച്ച് ചെയ്യും ബൈ കമ്പയറിങ് ഇറ്റ് ടു ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ്. അപ്പോൾ അവിടെയാണ് ഇൻറ്റൻറ്റ് ഫിൽറ്ററിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഒരു എക്സ്പ്ലിസിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി കമ്പോണൻറ്റ് നെയിം കൊടുത്തിട്ടുണ്ടാവും, ഹാൻഡിൽ ചെയ്താൽ മതി. ഇംപ്ലിസിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണം, സിസ്റ്റം ആ ഒരു ഇൻറ്റൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബെസ്റ്റ് ആക്ടിവിറ്റി ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്യാൻ പോവാണ് സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ് ഉള്ളത്. ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ് 3 ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്: ആക്ഷൻ, ഡേറ്റ ആൻഡ് കാറ്റഗറി. ആക്ഷൻ, ഡാറ്റ പെയർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇൻറ്റൻസിൻ്റെ കമ്പോണൻസിൽ. അതുപോലെ തന്നെ കാറ്റഗറി കമ്പോണൻറ്റും നമ്മൾ കാറ്റഗറി, ഫ്ലാഗ്, ഇതെല്ലാം എക്സ്ട്രാസ് ഒക്കെ പറയുന്ന സെക്കൻഡറി ആട്രിബ്യൂട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആക്ഷൻ, ഡാറ്റ, കാറ്റഗറി എന്നുള്ള 3 ടൈപ്പ് ഓഫ് ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് കമ്പോണൻ്റ് ആണ് ആ ഇൻറ്റൻറ്റിനെ റിസീവ് ചെയ്യേണ്ട, ആ ഇൻറ്റൻറ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റൻറ്റ് ഫിൽറ്റർ വിൽ സ്പെസിഫൈ ടൈപ്സ് ഓഫ് ഇൻറ്റൻറ്റ് ഇറ്റ് വിൽ ആക്സെപ്റ്റ്. ദേ ആർ ഡിക്ലെയർഡ് ഇൻ മാനിഫെസ്റ്റ് ഫയൽ. സോ ഇൻറ്റൻറ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത് എന്താ, ആ ഒരു ഫിൽറ്ററിൽ പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ഇൻറ്റൻറ്റ് ഇറ്റ് വിൽ ആക്സെപ്റ്റ് എന്നുള്ളതാണ് ഇൻറ്റൻറ്റ് ഫിൽറ്ററിൽ പറയുന്നത്. അപ്പോൾ ഓരോ ആപ്പിനും അതിൻ്റെ നമ്മുടെ മാനിഫെസ്റ്റ് ഫയൽ ഉണ്ടല്ലോ, മാനിഫെസ്റ്റ് ഫയലിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ടൈപ്പ് ഇൻറ്റൻറ്റ്സ് ആണെന്ന്. ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ് നമ്മളിപ്പോൾ ഒരു ആപ്പിനകത്ത് ഒരു ഇൻറ്റൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ മാനിഫെസ്റ്റ് ഫയലിൻ്റെ ഉള്ളിൽ ആ ഇൻറ്റൻറ്റിന് വേണ്ട ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ ഈ ഫിൽറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് കമ്പോണൻ്റ് ആണ് ഇൻറ്റൻറ്റ് ഹാൻഡിൽ ചെയ്യാന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3 ടെസ്റ്റാന്ന് പറഞ്ഞല്ലോ, ആക്ഷനും, ഡാറ്റയും, കാറ്റഗറിയും. അപ്പോൾ ആദ്യം ആക്ഷൻ ടെസ്റ്റ് എന്താന്ന് പറയാം. ഇഫ് ആൻ ഇൻറ്റൻറ്റ് ഹാസ് ആൻ ആക്ഷൻ ഓൺ ഇറ്റ്, ദ ഇൻറ്റൻറ്റ് ഫിൽറ്റർ മസ്റ്റ് ഹാവ് ദാറ്റ് ആക്ഷൻ ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ആക്ഷൻ ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻറ്റൻറ്റിന് ഒരു ആക്ഷൻ പാർട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻറ്റൻറ്റ് ഫിൽറ്ററിൽ, മാനിഫെസ്റ്റിൽ കൊടുക്കുന്ന ഇൻറ്റൻറ്റ് ഫിൽറ്ററിലും മസ്റ്റ് ഹാവ് ദാറ്റ് ആക്ഷൻ
ആസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ആക്ഷൻ ലിസ്റ്റ്. ആ ഇന്റന്റ് ഫിൽറ്ററിൽ ആക്ഷൻ ലിസ്റ്റ് ഉണ്ടാവും. ആ ആക്ഷൻ ലിസ്റ്റിൽ ഈ ആക്ഷൻ ഇൻക്ലൂഡ് ആയിരിക്കണം. To specify accepted intent action, an intent filter can declare 0 or more action elements. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്, നമ്മൾ ഇന്റന്റിന്റെ ആക്ഷൻസ് എന്തൊക്കെ കണ്ടിട്ടുണ്ട്? വ്യൂ കണ്ടിട്ടുണ്ട്, ഡയൽ കണ്ടിട്ടുണ്ട്, സെർച്ച്, വെബ് സെർച്ച് കണ്ടിട്ടുണ്ട്, അങ്ങനെ കുറേ ആക്ഷൻസ് കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മളുടെ ആപ്പിൽ ഒരു പെർട്ടിക്കുലർ മാനിഫെസ്റ്റ് ഫയലിൽ നമ്മൾ കുറച്ച് ആക്ഷൻസ്, ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ആക്ഷൻസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം ഡയലും അല്ലെങ്കിൽ വ്യൂ ഒക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മളുടെ ഇന്റന്റ് ആണെങ്കിലോ ഇതൊന്നുമല്ല, ഒരു വെബ് സെർച്ച് എന്നുള്ള ആക്ഷനാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വർക്ക് ആവത്തില്ല. അതായത് മാനിഫെസ്റ്റ് ഫയലിൽ ഈ ഇന്റന്റ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിലെ ആക്സെപ്റ്റബിൾ ആക്ഷൻസ്, അതിലെ ആക്ഷൻസ് എല്ലാം മാനിഫെസ്റ്റിൽ ഓൾറെഡി നമ്മൾ ലിസ്റ്റ് ചെയ്യണം. ഇഫ് ആൻ ഇന്റന്റ് ഹാസ് ആൻ ആക്ഷൻ ഓൺ ഇറ്റ്, ദ ഇന്റന്റ് ഫിൽറ്റർ മസ്റ്റ് ഹാവ് ദാറ്റ് ആക്ഷൻ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ആക്ഷൻ ലിസ്റ്റ്. ടു സ്പെസിഫൈ ആക്സെപ്റ്റഡ് ഇന്റന്റ് ആക്ഷൻ ആൻഡ് ഇന്റന്റ് ഫിൽറ്റർ ക്യാൻ ഡിക്ലെയർ 0 ഓർ മോർ ആക്ഷൻ എലമെന്റ്സ്. അപ്പോൾ ആക്ഷൻ എലമെന്റ്സ് ഈ ഒരു ടാഗ് വെച്ചിട്ടാണ് ഇന്റന്റ് ഫിൽറ്ററിന്റെ അകത്ത് ആക്ഷൻ എലമെന്റ്സ് ഉണ്ടായിരിക്കുക. ഇപ്പം ഇങ്ങനെയാണ് ഒരു ഇന്റന്റ് ഫിൽറ്ററിന്റെ സ്ട്രക്ചർ ഇരിക്കുക കേട്ടോ. ഇന്റന്റ് ഫിൽറ്റർ ആക്ഷൻ കണ്ടോ, ആക്ഷൻ ആൻഡ്രോയിഡ് നെയിം ഇസ് ഈക്വൽ ടു ആൻഡ്രോയിഡ് ഡോട്ട് ഇന്റന്റ് ഡോട്ട് ആക്ഷൻ ഡോട്ട് എഡിറ്റ് എന്നുള്ളൊരു ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ആക്ഷൻ ആൻഡ്രോയിഡ് നെയിം ഇസ് ഈക്വൽ ടു ആൻഡ്രോയിഡ് ഇന്റന്റ് ഡോട്ട് ആക്ഷൻ ഡോട്ട് വ്യൂ എന്ന് പറഞ്ഞൊരു ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എത്ര ആക്ഷൻ വേണമെങ്കിലും ഇന്റന്റ് ഫിൽറ്ററിൻ്റെ അകത്ത് കൊടുക്കാം. To pass this filter, the action specified in the intent must match one of the action listed in the filter. Okay, നമ്മളുടെ ഇന്റന്റിൽ പറയുന്ന ആക്ഷൻ ഇതിന്റെ ഉള്ളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആക്ഷനുമായിട്ട് മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്താൽ മാത്രമാണ് ഈ ഫിൽറ്റർ, ഈ ഒരു ടെസ്റ്റ് പാസ് ആവത്തുള്ളൂ. ഇഫ് ദ ഫിൽറ്റർ ഡസൻ ലിസ്റ്റ് എനി ആക്ഷൻ, ദെൻ ഓൾ ഇന്റന്റ്സ് ഫെയിൽ ദ ടെസ്റ്റ്. ഇപ്പൊ നമ്മുടെ ഫിൽറ്ററിന്റെ അകത്ത് ഒരു ആക്ഷനും പറയുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒറ്റ ഇന്റന്റും ടെസ്റ്റ് പാസ് ആവില്ല. ഇഫ് an intent doesn't specify an action, it passes the test as long as filter contain at least one action. അതായത് നമ്മളുടെ ഇന്റന്റ്, നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഇന്റന്റിന്റെ അകത്ത് ആക്ഷൻ ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തായാലും ആ ഇന്റന്റ് ഇത് ആക്ഷൻ ടെസ്റ്റ് പാസ് ആവും, ആസ് ലോങ് ആസ് ഫിൽറ്റർ കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് വൺ ആക്ഷൻ. ഇന്റന്റ് ഫിൽറ്ററിന്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ആക്ഷനെങ്കിലും, എഡിറ്റോ വ്യൂ എന്തെങ്കിലും ഒരു ആക്ഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്റന്റിൽ ആക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ആ ഇന്റന്റ് പാസ്സാവും, ടെസ്റ്റ് പാസ്സാവും, ആക്ഷൻ ടെസ്റ്റ് പാസ്സാവും. ഓക്കെ, അപ്പൊ ആക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഇന്റന്റ് ഫിൽറ്ററിൽ 3 കാറ്റഗറി ആയിട്ടുള്ളത് ആക്ഷനും ഡാറ്റയും കാറ്റഗറി. അപ്പൊ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ആൻ ഇന്റന്റ് ഹാസ് ആൻ ആക്ഷൻ ഓൺ ഇറ്റ്, the intent filter must have that action as a part of its action list. നമ്മൾ ഇന്റന്റിൽ യൂസ് ചെയ്യാൻ ചാൻസസ് ഉള്ള ആക്ഷൻസ് എല്ലാം മുന്നേ കൂട്ടി മാനിഫെസ്റ്റ് ഫയലിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മാനിഫെസ്റ്റ് ഫയലിന്റെ അകത്ത് ഇന്റന്റ് ഫിൽറ്റർ ഉണ്ട്. ഇന്റന്റ് ഫിൽറ്ററിലെ ആക്ഷൻ എലമെന്റ് വെച്ചിട്ടാണ് നമ്മൾക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ആക്ഷൻസും ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടല്ലോ, എഡിറ്റ്, വ്യൂ അങ്ങനെ പറഞ്ഞ് ലിസ്റ്റ് ചെയ്യുന്നു. ഇനി ഒരു ഇന്റന്റ് ഈ ഫിൽറ്റർ പാസ്സാവണമെന്ന് വെച്ചാൽ, ആക്ഷൻ ടെസ്റ്റ് പാസ്സാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റന്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആക്ഷൻ ഈ ഫിൽറ്ററിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്തതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം. ഇനിയിപ്പോൾ ഫിൽറ്ററിന്റെ അകത്ത് ഒറ്റ ആക്ഷനും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്റന്റും ഈ ടെസ്റ്റ് പാസ്സാവത്തില്ല, ഒരു ഇന്റന്റും എക്സിക്യൂട്ട് ആവത്തില്ല. ഇനിയിപ്പോൾ ഇന്റന്റിൽ ആക്ഷൻ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷനെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇന്റന്റ് എന്തായാലും ഈ ടെസ്റ്റ് പാസ്സായിക്കോളും. ഇതാണ് ആക്ഷൻ ടെസ്റ്റ്. കാറ്റഗറി ടെസ്റ്റ്. കാറ്റഗറി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടു സ്പെസിഫൈ ആക്സെപ്റ്റഡ് ഇന്റന്റ് കാറ്റഗറീസ്, ആൻഡ് ഇന്റന്റ് ഫിൽറ്റർ ക്യാൻ ഡിക്ലെയർ 0 ഓർ മോർ കാറ്റഗറി എലമെന്റ്സ്. അപ്പോൾ ഇന്റന്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന കാറ്റഗറീസ് കണ്ടത് ആക്ഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ കാറ്റഗറീസ്, ഏതൊക്കെ കാറ്റഗറീസ് ആണ് ഇന്റന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട്, ഇപ്പം നമ്മുടെ നേരത്തെ പോലെ തന്നെയാണ് ഇന്റന്റ് ഫിൽറ്ററിന് ഇറ്റ് ക്യാൻ ഡിക്ലെയർ 0 ഓർ മോർ കാറ്റഗറീസ് യൂസിങ് ദിസ് കാറ്റഗറി എലമെന്റ്. ഇങ്ങനെ നേരത്തെ കണ്ടത് ആക്ഷൻ ആയിരുന്നു, ഇവിടെ കാറ്റഗറി ആൻഡ്രോയിഡ് നെയിം, ആൻഡ്രോയിഡ് ഡോട്ട് ഇന്റന്റ് ഡോട്ട് കാറ്റഗറി ഡോട്ട് ഡീഫോൾട്ട്, ആൻഡ്രോയിഡ് ഡോട്ട് ഇന്റന്റ് ഡോട്ട് കാറ്റഗറി ഡോട്ട് ബ്രൗസബിൾ. അപ്പം ഇങ്ങനെയാണ് കാറ്റഗറീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇനി നേരത്തെ പോലെ തന്നെയാണ് ഇതും. ഫോർ ആൻ ഇന്റന്റ് ടു പാസ് ദ കാറ്റഗറി ടെസ്റ്റ്, എവറി കാറ്റഗറി ഇൻ ദ ഇന്റന്റ് മസ്റ്റ് മാച്ച് എ കാറ്റഗറി ഇൻ ദ ഫിൽറ്റർ. ഓക്കെ, നമ്മളുടെ ഇന്റന്റിൽ സ്പെസിഫൈ ചെയ്യുന്ന എല്ലാ കാറ്റഗറിയും ഈ ഇന്റന്റ് ഫിൽറ്ററിലുള്ള കാറ്റഗറി ആയിട്ട് മാച്ച് ചെയ്തിരിക്കണം. റിവേഴ്സ് ഇസ് നോട്ട് നെസസറി. അപ്പൊ ഇതിനകത്തുള്ള എല്ലാതും നമ്മളുടെ ഇന്റന്റിൽ വേണമെന്നില്ല. അതായത് ഞാനിപ്പോൾ ഈ ഇന്റന്റ് ഫിൽറ്ററിന്റെ അകത്ത് ഇപ്പോൾ ഡീഫോൾട്ട് കൊടുത്തിട്ടുണ്ട്, ബ്രൗസബിൾ കൊടുത്തിട്ടുണ്ട്, എനിക്ക് എത്ര കാറ്റഗറീസ് വേണമെങ്കിലും കൊടുക്കാം. ഈ എല്ലാ കാറ്റഗറിയും നമ്മളുടെ പ്രോഗ്രാമിലുള്ള ഇന്റന്റിൽ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ഇന്റന്റിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെ കാറ്റഗറീസ് യൂസ് ചെയ്യുന്നുണ്ടോ ആ കാറ്റഗറീസ് എല്ലാതും ഇന്റന്റ് ഫിൽറ്ററിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഇന്റന്റ് വിത്ത് നോ കാറ്റഗറീസ് ഓൾവേസ് പാസസ് ദ ടെസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് കാറ്റഗറീസ് ആർ ഡിക്ലെയർഡ് ഇൻ ദ ഫിൽറ്റർ. ഇനിയിപ്പോൾ നമ്മളുടെ ഇന്റന്റിനകത്ത് ഒരു കാറ്റഗറിയും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ
എന്തായാലും ഇൻറ്റൻറ്റ് പാസ് ചെയ്യും. ഇതിനകത്ത് ഏതൊക്കെ കാറ്റഗറി ഉണ്ടെങ്കിലും പ്രശ്നമില്ല. Regardless of what categories are declared in the filter, an intent with no categories always passes this category test. നെക്സ്റ്റ് ഡാറ്റ ടെസ്റ്റ്. ഓക്കെ, ഇപ്പം ആക്ഷൻ കഴിഞ്ഞു, ഡാറ്റ കാറ്റഗറിയാണ്, മൂന്നെണ്ണമാണ്. അപ്പോൾ നമ്മൾ ആക്ഷനും കാറ്റഗറിയും കഴിഞ്ഞു. ഇനി ഡാറ്റ. ടു സ്പെസിഫൈ ആക്സെപ്റ്റഡ് ഇൻറ്റൻറ്റ് ഡേറ്റ, ഫിൽറ്റർ ക്യാൻ ഡിക്ലെയർ 0 ഓർ മോർ ഡാറ്റ എലമെൻറ്റ്സ്. അപ്പോൾ ഒരു ഇൻറ്റൻറ്റിൽ ഏതൊക്കെ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാനായിട്ട് ഇൻറ്റൻറ്റ് ഫിൽറ്ററിന് ഇതുപോലെ 0 ഓർ മോർ എലമെൻറ്റ്സ് ഡിക്ലെയർ ചെയ്യാം. ഇൻറ്റൻറ്റ് ഫിൽറ്റർ ഡാറ്റ, ഡാറ്റയുടെ MIME ടൈപ്പ് വെച്ചിട്ടാണ്, മീഡിയ ടൈപ്പ് അല്ലേ, മീഡിയ ടൈപ്പ് എക്സ്റ്റൻഷൻ അല്ലേ, ടൈപ്പ് വെച്ചിട്ടാണ് ഇൻറ്റൻറ്റ് ഫിൽറ്ററിൽ കൊടുക്കുന്നത്. ഡാറ്റ ആൻഡ്രോയിഡ് MIME ടൈപ്പ് ഈക്വൽ ടു video/MPG. ഇപ്പോൾ വീഡിയോ ആണ് MPG. ആൻഡ്രോയിഡ് സ്കീം ഇസ് ഈക്വൽ ടു ആ ഒറിജിനൽ ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ സ്കീം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ, ഡാറ്റ URI ആണ് അല്ലേ. അപ്പോൾ കണ്ടന്റിൻ്റെ URI കൊടുത്തിട്ടുണ്ട്, കണ്ടന്റ് URI വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡാറ്റ ആൻഡ്രോയിഡ് MIME ടൈപ്പ് ഓഡിയോ, ഇപ്പോൾ MIME ടൈപ്പും കൊടുത്തിട്ടുണ്ട്, ആക്ച്വൽ കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോത്ത് URI ആൻഡ് ഡാറ്റ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള MIME ടൈപ്പ്. വീഡിയോ ആണോ, ഓഡിയോ ആണോ, ടെക്സ്റ്റ് ആണോ, എന്താണോ. ദെൻ അതിൻ്റെ ഡാറ്റയാണ് URI ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, each data element contains a URI structure and a data type. Okay, URI structure ഉണ്ട്, data type MIME type ഉണ്ട്. Each part of URI is a separate attribute. സ്കീം, ഇതൊക്കെ നമ്മളൊക്കെ അറിയാം അല്ലേ, URI എങ്ങനെയാണ്. സ്കീം, ഹോസ്റ്റ്, പോർട്ട് ഓർ പാത്ത്. ഇതിൻ്റെ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്കീം എന്ന് പറയുന്നത് കണ്ടന്റ് ആയിരിക്കും. ദെൻ ഓതറിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായി, പാത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ID. അതുപോലെ തന്നെയാണ്, അതേ സ്ട്രക്ചർ തന്നെയാണ് ഇതും. ഇതുപോലെ ആയിരിക്കും ഒരു എക്സാമ്പിൾ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. കണ്ടന്റ്, സ്കീം എന്നുള്ളത് കണ്ടന്റ് ആണ്. ഹോസ്റ്റിൻ്റെ ഒക്കെയാണ് com.example.project. നമ്മൾ പോർട്ട് നമ്പർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ഇവിടെ, പോർട്ട് നമ്പർ 200. ദെൻ പാത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയായിരിക്കും ആക്ച്വലി ആ URIൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. Data test compares both URI and MIME type in the intent to that of the filter. Okay. An intent that contains neither URI nor MIME passes the test only if filter doesn't specify any URIs or MIME types. ഇനിയിപ്പോൾ പറയാൻ പോകുന്നതെല്ലാം ഇതുപോലെ മാച്ച് ചെയ്യുന്ന വേർഡിങ്സ് ആണ്. അപ്പോൾ അത് സംഭവം ഈസിയാണ്. ഇപ്പം ഡാറ്റ ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ, സിമ്പിളായിട്ട് പറയുമ്പോൾ ഡാറ്റ ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് MIME ടൈപ്പും ഉണ്ടാവും, അതായത് ഏത് ടൈപ്പാണ്. ദെൻ അതിൻ്റെ ആക്ച്വൽ കണ്ടന്റ് ഉണ്ടാവും, അതിൻ്റെ കണ്ടന്റ് URI കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇൻറ്റൻറ്റ് ഫിൽറ്ററിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റയും MIME ടൈപ്പും അതിൻ്റെ ഈ കണ്ടന്റ് URIയും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡാറ്റ ടെസ്റ്റ് രണ്ട് URIനെയും MIME ടൈപ്പിനെയും കമ്പയർ ചെയ്യും. ഇൻറ്റൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന, നമ്മളുടെ പ്രോഗ്രാമിൽ ഇൻറ്റൻറ്റിൽ കൊടുക്കുന്ന URIനെയും MIME ടൈപ്പിനെയും മാച്ച് ചെയ്യും വിത്ത് ദാറ്റ് ഓഫ് ദ ഫിൽറ്റർ. അപ്പോൾ ഇൻറ്റൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ, ഇൻറ്റൻറ്റിൽ ഇപ്പോൾ സപ്പോസ് URIയും ഇല്ല MIME ടൈപ്പും ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സാവും ഈ ഫിൽറ്റർ ഡസൻ സ്പെസിഫൈ എനി URI ഓർ MIME ടൈപ്പ്. അതായത് ഇൻറ്റൻറ്റിൽ URIയും MIME ടൈപ്പ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ഫിൽറ്ററിൻ്റെ അകത്തും ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. An intent that contain a URI but no MIME passes the test only if its URI matches the filter's URI and filter doesn't specify any MIME type. ഇനിയിപ്പോൾ എന്താ, ഇൻറ്റൻറ്റിൻ്റെ അകത്ത് URI ഉണ്ട്, MIME ടൈപ്പ് ഇല്ല. അത് പാസ്സാവണമെങ്കിൽ എന്ത് വേണം, ഇതുപോലെ തന്നെ ഫിൽറ്ററിൻ്റെ അകത്ത് മാച്ചിങ് URI ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ ഫിൽറ്ററിൽ ഈ MIME ടൈപ്പ് സ്പെസിഫൈ ചെയ്യാനും പാടില്ല. ഓക്കെ ആണോ? ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നത്തെ എക്സാമ്പിൾ കണ്ടതുപോലെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഫിൽറ്റർ നോക്കി, ഈ ഫിൽറ്ററിൻ്റെ അകത്ത് MIME ടൈപ്പും കൊടുത്തിട്ടുണ്ട്, ദെൻ URIയും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇൻറ്റൻറ്റ്, പ്രോഗ്രാമിലെ ഇൻറ്റൻറ്റ് അകത്ത് സപ്പോസ് URI മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. URI മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ ഇത് ഇൻറ്റൻറ്റ് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ഫിൽറ്ററിൻ്റെ അകത്തും ഈ ഒരു ലൈൻ മാത്രമേ പാടുള്ളൂ. ഈ MIME ടൈപ്പ് എന്നുള്ള ലൈൻ പാടില്ല, MIME ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. ആൻഡ് ഇവിടെ കൊടുക്കുന്ന URI നമ്മൾ കൊടുത്ത URI ആയിട്ട് മാച്ച് ആവണം. അതാണ് ഒരു കാര്യം. ആൻഡ് ഇൻറ്റൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ്, അതിൻ്റെ തന്നെ റിവേഴ്സ് ആണ് അടുത്തത് പറയുന്നത് കേട്ടോ. ഇൻറ്റൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് MIME ബട്ട് നോട്ട് URI passes the test only if filter is same MIME types and doesn't specify any URI. ഇൻറ്റൻറ്റിൻ്റെ അകത്ത് MIME ഉണ്ട്, URI ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ഓൺലി ഈ ഫിൽറ്റർ ലിസ്റ്റ് സെയിം MIME ടൈപ്പ് ആൻഡ് ഡസൻറ്റ് സ്പെസിഫൈ എനി URI.
An intent that contains both URI and MIME passes the MIME type part of the test if it matches a type listed in the filter. It passes URI part of test if its URI matches a URI in the filter or if it has a content or file URI and filter doesn't specify any URI. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റൻറ്റ് ദാറ്റ് കണ്ടെയ്ൻ ബോത്ത് URI ആൻഡ് MIME. ഇപ്പോൾ ഇൻറ്റൻറ്റിൽ URI ഉണ്ട് MIME ഉണ്ട്. ഇത് പാസ് ചെയ്യണമെങ്കിൽ passes the MIME type part of the test if it matches a type listed in the filter. ഇപ്പോൾ നമ്മളുടെ ഇൻറ്റൻറ്റിൽ കൊടുത്തിട്ടുള്ള MIME ടൈപ്പ് തന്നെ ഫിൽറ്ററിൻ്റെ അകത്തും കൊടുക്കണം. ഓക്കെ, it passes a URI part of test if its URI matches a URI in the filter. ഓക്കെ, അപ്പോൾ നമ്മളുടെ URI തന്നെ ഫിൽറ്ററിനകത്ത് ഉണ്ടാവുന്നത് വളരെ ഈസിയാണ് കേട്ടോ. ജസ്റ്റ് അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ എല്ലാതും. ഓർ ഇഫ് ഇറ്റ് ഹാസ് എ കണ്ടന്റ് ഓർ ഫയൽ URI ആൻഡ് ഫിൽറ്റർ ഡസൻറ്റ് സ്പെസിഫൈ എനി URI. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മളുടെ ഫിൽറ്ററിൽ URI സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡാറ്റ ടെസ്റ്റിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ റൂൾസ് ഫോർ റിസോൾവിങ് ഇൻറ്റൻസ് ടു ദെയർ കാറ്റഗറീസ് എന്നുള്ള സെഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഈ ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻറ്റൻറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിനിമം അതിലൊരു ആക്ഷൻ ഡാറ്റ പെയർ ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ഇൻറ്റൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ ഏത് ഡാറ്റയിലാണ് ആ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഉണ്ടായിരിക്കും. ദെൻ ഈ ആക്ഷൻ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഇൻറ്റൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കമ്പോണൻറ്റ് വേണം. ആ ഇൻറ്റൻറ്റ് ഏത് കമ്പോണൻറ്റ് വെച്ചിട്ടാണ് ആ ഇൻറ്റൻറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയണം. ഇപ്പോൾ ഇഫ് യു ആർ യൂസിങ് ആൻ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ദെൻ ദ കമ്പോണൻറ്റ് നെയിം ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ദാറ്റ് കോഡ് ഇറ്റ് സെൽഫ്. ഓക്കെ, കമ്പോണൻറ്റ് നെയിം പറയും ഏത് കമ്പോണൻ്റ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് കമ്പോണൻറ്റ് നെയിം പറയും. ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഇംപ്ലിസിറ്റ് ഇൻറ്റൻറ്റ് ആണ് കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ചോയ്സ് ആ ഒരു ഇൻറ്റൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ട ബെസ്റ്റ് ചോയ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ്. അപ്പോൾ ഓരോ ഇൻറ്റൻറ്റിനും അത് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻറ്റൻറ്റിൻ്റെ കമ്പോണൻസ് നെയിം എല്ലാം മാനിഫെസ്റ്റ് ഫയലിൽ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ്. ഈ ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ് 3 ബേസിക് കമ്പോണൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആക്ഷൻ, ഡാറ്റ ആൻഡ് കാറ്റഗറി. അപ്പോൾ നോർമലി നമ്മൾ 3 ടൈപ്പ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ 3 ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ബെസ്റ്റ് കമ്പോണൻ്റ് ഏതാണെന്ന് ഇൻറ്റൻറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ ടെസ്റ്റ്, ഡാറ്റ ടെസ്റ്റ് ആൻഡ് കാറ്റഗറി ടെസ്റ്റ്. ആക്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റൻറ്റ് ഫിൽറ്ററിൻ്റെ അകത്ത് കുറേ ആക്ഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഇൻറ്റൻറ്റിൽ വരുന്ന ആക്ഷൻ ഈ ഇൻറ്റൻറ്റ് ഫിൽറ്ററിലുള്ള ഏതെങ്കിലും ഒരു ആക്ഷനായിട്ട് മാച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ ടെസ്റ്റ് പാസ്സാവത്തുള്ളൂ. കാറ്റഗറി ഇതുപോലെ തന്നെയാണ്. ഇൻറ്റൻറ്റ് ഫിൽറ്ററിൽ ഒരുപാട് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളുടെ പ്രോഗ്രാമിലുള്ള അല്ലെങ്കിൽ ഇൻറ്റൻറ്റിൽ പറയുന്ന കാറ്റഗറി ഇതുമായിട്ട് മാച്ച് ചെയ്യണം. ദെൻ ഡാറ്റ 2 തരത്തിലുണ്ട്. URI ഉണ്ട്, MIME ടൈപ്പും ഉണ്ട്. ആൻഡ് രണ്ടും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻറ്റൻറ്റ് ഫിൽറ്ററിൽ രണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻറ്റൻറ്റിൽ രണ്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളുടെ ഇൻറ്റൻറ്റിൽ MIME ടൈപ്പും ഉണ്ട്, URI ഉണ്ടെങ്കിൽ സെയിം അതുപോലെ തന്നെ ഇൻറ്റൻറ്റ് ഫിൽറ്ററിൽ ഉണ്ടായാലാണ് മാച്ചിങ് വരുള്ളൂ, ടെസ്റ്റ് പാസ്സാവുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് കമ്പോണൻസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് റൂൾസ് ഫോർ റിസോൾവിങ് ഇൻറ്റൻസ് ടു ദെയർ കമ്പോണൻസ്. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.